അമൃത ടി.വി. മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം. എറണാകുളം മറൈൻ ഡ്രൈവിൽ തിരഞ്ഞെടുപ്പ് പ്രത്യേക പരിപാടി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കെ മദ്യപിച്ചെത്തിയ രണ്ടംഗ സംഘമാണ് മർദ്ദിച്ചത്. അമൃത ടി.വി. സീനിയർ ക്യാമറാമാൻ CS ബൈജുവിനാണ് മർദ്ദനമേറ്റത്. ആക്രമിച്ച രണ്ടുപേർ എറണാകുളം സെൻട്രൽ പോലീസ് കസ്റ്റഡിയിൽ. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, സമാനമായ സംഭവം ഇന്നലെ ജനം ടി.വിയുടെ ജനസഭയ്ക്ക് നേരെയും ഉണ്ടായിരുന്നു. ഇന്നും ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ അക്രമം അഴിച്ചുവിടുന്ന ഒരു അവസ്ഥയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ദൃഷ്ടാന്തം ആയി മാറുകയാണ് അമൃത ടി.വി. സംഘത്തിന് നേരെ ഇന്ന് മറൈൻ ഡ്രൈവിലുണ്ടായ ഇത്തരത്തിലുള്ള ആക്രമണം. അവിടെ തെരഞ്ഞെടുപ്പ് പ്രത്യേക പരിപാടിയുടെ ഭാഗമായി ആളുകളുടെ തെരഞ്ഞെടുപ്പ് പ്രതികരണങ്ങൾ, ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ തേടുകയായിരുന്നു അവിടെ വിഷ്ണു എന്ന റിപ്പോർട്ടറും ഒപ്പം തന്നെ CS ബൈജു എന്ന സീനിയർ ക്യാമറാമാനും. ഇതിനിടയിൽ ഈ വിഷയവുമായി യാതൊരു ബന്ധമില്ലാത്ത ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം ഇവർ ഈ മദ്യപിച്ചെത്തിയ സംഘം പ്രശ്നമുണ്ടാക്കുന്നത്. അതിനുശേഷം മൈക്ക് പിടിച്ചു വാങ്ങി അത്തരം കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചു. അത് അനുവദിക്കാനാകില്ല എന്ന് പറഞ്ഞതോടുകൂടി ഇവരെ കയ്യേറ്റം ചെയ്യുകയും ആക്രമിക്കുകയും നെഞ്ചിലടക്കം ഇടിക്കുകയുമായിരുന്നു ചെയ്തിരുന്നത്. പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ രണ്ടുപേരെ മാറ്റിയതിനു ശേഷം മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ അമൃത സംഘത്തെ ആക്രമിച്ച രണ്ടുപേരെ പിന്നീട് സെൻട്രൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവിടെ വെച്ചും വലിയ തോതിൽ തന്നെ ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, സ്റ്റേഷനിലും വലിയ ബഹളങ്ങൾ ഉണ്ടാക്കി. അത്തരത്തിൽ ആയിരുന്നു ഈ ഇങ്ങനെയൊരു പ്രവർത്തനം നടത്തുകയും ചെയ്തത്. സമാനമായ സംഭവങ്ങൾ മുമ്പും ഇപ്പോൾ ജനം ടി.വിക്ക് നേരെ നടന്ന വടകരയിൽ നടന്ന സമാനമായ ഒരു ആക്രമണം തന്നെയാണ് ഇവിടെയും നടന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരിപാടികളുടെ ഷൂട്ടിംഗ് ചിത്രീകരണങ്ങളുടെ ഇടയിലാണ് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ ആശയങ്ങൾക്ക് അഭിപ്രായങ്ങൾക്ക് എതിരാണ് എന്ന് കാണുമ്പോൾ ഇത്തരം സംഘടിതമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവിടെ മദ്യപ സംഘമാണ് ഇത്തരത്തിൽ അവരെ ആക്രമിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എറണാകുളം പ്രസ് ക്ലബും പത്രപ്രവർത്തക യൂണിയനും അടക്കം ഇക്കാര്യത്തിൽ വലിയ തോതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള പത്രപ്രവർത്തക യൂണിയനും എറണാകുളം പ്രസ് ക്ലബും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് നേരെ തുടർച്ചയായി ഇത്തരം ആക്രമണങ്ങൾ പല കോണുകളിൽ നിന്ന് ഉണ്ടാകുന്നു. ഇത് ഒരു സ്ഥിര സംഭവമായി മാറുന്നു. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അമൃത ടി.വിക്കെതിരെ നടന്നിട്ടുള്ള ഈ ആക്രമണവും വ്യക്തമാകുന്നത്. ശരി, കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.